ഗണേഷ് കുമാർ പലതവണയും എന്നെ ഈ കേസിന് സ്റ്റാർട്ടിങ് പോലെ എന്നെ മാറ്റാനുള്ള പരിപാടി നോക്കിയായിരുന്നു. അവരുടെ അവിടെ കൊട്ടാരക്കരയിൽ നിന്ന് വേറെ അല്ല, അവർ ശ്രമം നടത്തി. കൊട്ടാരക്കരയിൽ നിന്ന് വേറെ ആളെ വെച്ച് ചെന്നപ്പോഴത്തേക്ക് ഈ സരിത അഡമൻ്റായി പോയി. ഒരു പരിപാടിയും വേണ്ട, ഇനി ഇല്ലെങ്കിൽ എനിക്ക് വേറെ വക്കീലും വേണ്ട, ഞാനത് ആകെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇന്നങ്ങ് പറഞ്ഞു ആക്കുന്നത്. അന്നേരമാണ് ഗണേഷ് കുമാർ പറഞ്ഞു, ഇനിയും വേറെ ആരെയും മാറ്റണ്ട, ഫിനിയെ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കായിരിക്കും അത് നമുക്ക് എല്ലാവർക്കും നല്ലതാണെന്നുള്ള കാര്യത്തിൽ. പിന്നെ എനിക്ക് ശരണേ മനോജിനോട് പറഞ്ഞു. പിന്നീട് അവർക്ക് ഡിസ്കഷൻ ചെയ്താൽ പറഞ്ഞ് എന്നെ വിട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ അവർ വേറെ ആളെ ഇവർ അഡമൻ്റായിട്ട് നിന്നു. എന്നുവെച്ചാൽ ഇവർക്ക് ഗണേഷ് കുമാറിന് വിശ്വാസമല്ലായിരുന്നു. അവർക്ക് ആകെ വിശ്വാസമുള്ളത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ചില കാര്യങ്ങൾ എന്ന പ്രതീതി ഉണ്ടാക്കി. മേ ബി അങ്ങനെയായിരുന്നു ഇതിൻ്റെ. ഇന്ന് അദ്ദേഹം പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഗണേഷ് കുമാർ പറയുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന് പ്രാക്ടിക്കലി ഗണേഷ് കുമാറിനെ വലിയ ഇഷ്ടമായിരുന്നു. പ്രാക്ടിക്കലി ഇഷ്ടമായിരുന്നു. പിന്നെ ചെറിയ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലായിരുന്നു ഈ വിഷയം വന്നപ്പോഴായിരുന്നു അതിൽ മാത്രമുള്ള അഭിപ്രായ വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ പ്രാക്ടിക്കലി അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് നിന്ന് ഫുഡ് കഴിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ അങ്ങനെ അദ്ദേഹം ഗണേഷ് കുമാർ സാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ അതുപോലെ അടപ്പമുള്ള ഒരു മനുഷ്യനാണ്. യാതൊരു ദ്രോഹവും ഗണേഷ് കുമാറിന് പുള്ളി പ്രാക്ടിക്കലി ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടതിന് ശേഷം ഭൗതിക ശരീരം കാണാനോ കല്ലറയിലോ പോയി പ്രാർത്ഥിച്ചോ? മുട്ടിപ്പോയി. എങ്ങനെ? ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു.